ആലപ്പുഴ കായംകുളത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടു. ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയെ കുളത്തിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 50-കാരനായ കൃഷ്ണപുരം കൊച്ചുമുറി വാലയ്യത്ത് വീട്ടിൽ സുധൻ, 45-കാരി ഭാര്യ സുഷമ എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നു. ദേവൻ, എപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ലഭിക്കുന്ന വിവരങ്ങൾ, സൂചനകൾ എന്താണ്? ലക്ഷ്മി, ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് കൃഷ്ണപുരം കൊച്ചുമുറി വാലയ്യത്ത് വീട്ടിൽ ഭാര്യ സുധന്റെ ഭാര്യ സുഷമയെ മരിച്ച നിലയിൽ സമീപത്തെ കുളത്തിന് സമീപം കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ ഈ വീട്ടിലെ ഗൃഹനാഥനെ വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതൽ ഈ ഭാര്യ മിസ്സിംഗ് ആണെന്നുള്ള ഒരു കാര്യം അപ്പോൾ മുതൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാർ കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് സമീപത്ത് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഭാര്യയുടെ മൃതദേഹം കൂടി സമീപത്തെ കുളത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. കായംകുളത്ത് കൊച്ചുമുറി പ്രദേശത്തു നിന്നുമാണ് ഈ ഒരു ദുരൂഹമായ ഒരു മരണം നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവരെ മകനുമായിട്ടാണ് ഇവർ വീട്ടിൽ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് മകൻ എത്തിയത് വളരെ വൈകിട്ടായിരുന്നു. രാത്രി വരുമ്പോൾ ഈ രക്ഷിതാക്കളെ വീട്ടിൽ കണ്ടിരുന്നില്ല എന്ന് മകൻ പോലീസിനോട് പറയുന്നുണ്ട്. എന്നാൽ ഈ മരിച്ച സുഷമ്മ ഈ മറ്റു വീടുകളിൽ ജോലിക്കായി ഒക്കെ പോകുന്നതാണ്. അവിടെ രോഗികളെല്ലാം പരിചരിക്കാനായിട്ട് പോകുന്നതാണ്. അങ്ങനെ പോകുന്ന അവസരങ്ങളിൽ ഒരുപക്ഷെ ഒരു ദിവസം ആ വീട്ടിൽ തന്നെ തങ്ങുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എവിടെ നിന്നതായിരിക്കാം എന്നുള്ള രീതിയിൽ മകൻ ആദ്യഘട്ടത്തിൽ ഈ ഒരു അത്ര പ്രാധാന്യത്തോടെ ഇവരെ കാണുന്നില്ല എന്നുള്ളൊരു കാര്യം കണ്ടിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഈ പിതാവിനെ സുധനെ വീട്ടുമുറ്റത്തെ പുളിമരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. തുടർന്നായിരുന്നു ഈ ഭാര്യ കൂടി മിസ്സിംഗ് ആണെന്നുള്ളത് അറിയുന്നതും പിന്നെ അതിനെ തുടർന്നുള്ള അന്വേഷണം ഉണ്ടാകുന്നതും. അങ്ങനെ വൈകുന്നേരത്താണ് ഈ സമീപത്തെ കുളത്തിൽ നിന്നും ഈ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. നിലവിൽ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു മരണത്തിന്റെ സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാര്യം ഈ മരിച്ച സുഷമയുടെ മൃതദേഹത്തിൽ ചില മുറിവുകളുണ്ട്. ഒപ്പം തന്നെ വീട്ടിൽ നിന്നും ഈ കുളത്തിന് സമീപത്തേക്ക് വലിച്ചു കൊണ്ടുപോയതായിട്ടുള്ള പാടുകളും ഇപ്പോൾ ആ ഒരു പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകത്തിന് ശേഷം ഈ സുധൻ തൂങ്ങി മരിച്ചതാകാനുള്ള ഒരു സാധ്യത പോലീസ് നിലവിൽ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊരു വ്യക്തത കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഫോറൻസിക്കിന്റെ സംഘമടക്കം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മരിച്ച സുധന്റെ മൃതദേഹം പോലീസ് നടപടികൾക്കെല്ലാമായി വീട്ടിൽ നിന്നും മാറ്റി കരുനാഗപ്പള്ളിയിലുള്ള ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സുഷമയുടെ മൃതദേഹം ഇപ്പോൾ സമീപത്ത് തന്നെ പോലീസ് ഇപ്പോൾ അതിന്റെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരുടെ ഒരു അന്വേഷണം കൂടി നിലവിൽ നടക്കുന്നുണ്ട്. എങ്കിൽ അതിന്റെ ഒരു ഫലസൂചനകളെല്ലാം വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മരണത്തിൽ ഈ പോലീസ് സംശയിക്കുന്ന പോലൊരു ദുരൂഹത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. ലക്ഷ്മി, ആലപ്പുഴ കായംകുളത്താണ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ ഈ കേസിൽ ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദേവൻ MP ആണ് വിശദാംശങ്ങൾ നൽകിയത്.